തൂവൽ പോലെ. രചന ഹരിത പ്രാണ. അവതരണം അഷിക. അന്നേ ഭയന്ന് വിളിച്ച് ഫെലിക്സ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തലയെടുത്ത് മടിയിൽ വെച്ചു. അന്നേ, ഡി അന്നേ, എന്റെ കർത്താവേ, ഇവൾ എന്നാ പരിപാടിയാ കാണിച്ച്? അന്നേ, ഡി ചായനാടി, ഫെലിക്സ് ആടി, അന്നേ. അവളുടെ കവളിൽ ശക്തിയായി തട്ടിക്കൊണ്ട് അവൻ വിളിച്ചിട്ടും അവൾ കണ്ണു തുറന്നില്ല. ഈശോയെ, ദേ ചോര! അവളുടെ നെറ്റിയുടെ സൈഡിൽ നിന്നും ചോര വരുന്നത് കണ്ടതും ഫെലിക്സിന്റെ ടെൻഷൻ കൂടി. കുന്തം വിഴിഞ്ഞതുപോലെ നിൽക്കാതെ വന്ന് പിടിക്കടാ! അത്രയും നേരമായിട്ടും ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി സ്തംഭിച്ചു നിൽക്കുന്ന ആന്റണിയെ നോക്കി ഫെലിക്സ് അലറിയതും അവൻ ബോധം വന്നതുപോലെ ഓടി അവളെ കയ്യിൽ കോരിയെടുത്തു. ഇരുവരും ചേർന്ന് അവളെ താഴെ കൊണ്ടുവന്നപ്പോഴേക്കും ശബ്ദം കേട്ട് കുര്യൻ വെളിയിലേക്ക് വന്നിരുന്നു. എന്നടാ ശബ്ദം? ഫെലിക്സോ? അയ്യോ, ഇവൾക്ക് എന്ത് പറ്റി? പറ്റിയത് പറയാൻ സമയമില്ല. അപ്പൻ കാറിന്റെ കീഴെടുത്ത് പോയി വാതിൽ തുറന്നേ. ആന്റണിയുടെ ഒച്ച പൊങ്ങിയതും കുര്യൻ വേഗം ചെന്ന് വാതിൽ തുറന്നു. ഇരുവരും ചേർന്ന് ആനിയെ ആന്റണിയുടെ കാറിലേക്ക് കയറ്റി. അവളോടൊപ്പം ബാക്കിൽ ഫെലിക്സ് കയറിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ആന്റണിയും കയറി. അപ്പം വരണ്ട, മമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ചെന്നിട്ട് വിളിക്കാം. കാർ തിരിക്കുന്നതിനൊപ്പം അപ്പനോട് പറഞ്ഞുകൊണ്ട് ആന്റണി വേഗം കാർ മുന്നോട്ടെടുത്തു. പെട്ടെന്ന് സംഭവിച്ചത് എന്താണെന്നറിയാതെ കുര്യൻ കുഴഞ്ഞുപോയെങ്കിലും അന്നാദ്യമായി അയാൾക്ക് ആനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ കൊച്ചിനൊന്നും വരുത്തിയേക്കല്ലേ. തൊട്ടപ്പുറത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഇരുവരും ആനിയെ കൊണ്ടുവന്ന് കാഷ്വാലിറ്റി റൂമിൽ അവളെ കയറ്റി അവരെ പുറത്തിറക്കിയിട്ട് സമയം കുറച്ചായി. പുറത്തേക്ക് ആരെയും ഇതുവരെ കണ്ടില്ല. ഇടയ്ക്ക് സിസ്റ്റേഴ്സ് അകത്തേക്കും പുറത്തേക്കും പോകുന്നതല്ലാതെ അവരോടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അവള് വിളിച്ച നേരം ഫോൺ എടുക്കാൻ പറ്റാത്തതിന് ഫെലിക്സ് സ്വയം കുറ്റപ്പെടുത്തിയപ്പോൾ അവളെ ഈ അവസ്ഥയിലാക്കിയത് താനാണെന്നുള്ള ബോധം ആന്റണിയെ വീണ്ടും ധർമ്മസങ്കടത്തിലാക്കി. ആൻഡ്രിയയുടെ കൂടെ ഉള്ളതാരാ? പെട്ടെന്ന് നേഴ്സ് വന്ന് ചോദിച്ചതും ആന്റണിയേക്കാൾ മുന്നേ ഫെലിക്സ് എഴുന്നേറ്റിരുന്നു. ഡോക്ടർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ ചെന്ന് 4ാമത്തെ ക്യാബിനിലാണ്, പൊക്കോളൂ. ആന്റണിയെ ഒന്ന് നോക്കി ഫെലിക്സ് വേഗത്തിൽ അവിടേക്ക് നടന്നു. പുറകെ ആന്റണിയും. അനുവാദം ചോദിച്ചകത്തേക്ക് കയറിയതും അല്പം പ്രായം ചെന്നൊരാൾ കാത്തിരിക്കുന്നത് കണ്ടു. വരൂ. ആൻഡ്രിയയുടെ ബൈസ്റ്റാൻഡിയർ അല്ലേ? അതെ ഡോക്ടർ, എൻ്റെ വൈഫാണ്. ഓ, അപ്പോൾ ഇത് ബ്രദറാണ് ആന്റണി. ഓ, ഓക്കെ, ഇരിക്കെ. ആ കുട്ടിയെ ഞാൻ ചെക്ക് ചെയ്തു. വളരെ സങ്കീർണമായൊരു വഴിയിലൂടെയാണ് ആ കുട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവളോട് ഞാൻ സംസാരിച്ചു. ഒരു ഡിപ്രസ്ഡ് പേഴ്സൺ സംസാരിക്കുന്നത് പോലെയാണ് അവൾ സംസാരിക്കുന്നത്. വളരെ കാമായിട്ട്, ഒന്നിനോടും ഒരു താല്പര്യവുമില്ലാത്തതുപോലെ. അവൾ എപ്പോഴും അങ്ങനെയാണ് ഡോക്ടർ. അവൾക്കൊന്നിനോടും ആഗ്രഹമില്ല. അധികം സംസാരിക്കുകയോ കളിക്കുകയോ ചിരിക്കുകയോ ഒന്നുമില്ല. ഒരു ഒതുങ്ങിയ പ്രകൃതമാണ്. അല്ല, അവൾ നന്നായി സംസാരിക്കും, ചിരിക്കും, കുറുമ്പ് കാണിക്കും, വഴക്കിടും. പക്ഷെ ഒക്കെ എന്നോട് മാത്രം. ഫെലിക്സ് പറയുന്നത് കേട്ട് ആന്റണി വിശ്വാസം വരാതെ അവനെ നോക്കി. ഓ, മേ ബി അതാകും തന്നെ നഷ്ടമാകുമെന്ന് തോന്നിയപ്പോൾ ജീവൻ പോലും വേണ്ടെന്ന് വെച്ചത്. ഡോക്ടർ! ഇരുവരും ഒരുപോലെ വിളിച്ചു. സത്യമാണോ? ആ കുട്ടി തന്നെയാ പറഞ്ഞത്. ഈ ഒരുപാട് കാലം വെളിച്ചം കാണാതെ കിടക്കുന്ന ഒരു കുഞ്ഞിക്കിളിക്ക് കൂട് തുറന്നു വിട്ട് ആ വെളിച്ചം പകർന്നത് താനാണ്. അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ വിശ്വസിച്ചു. പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുമെന്നായപ്പോൾ ആൾക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ടാബ്ലറ്റ്സ് അതൊക്കെ അവൾ കഴിച്ചതിന്റെ ബാക്കിയാണോ? അല്ല, ആളുടെ ഉള്ളിൽ മരുന്നൊന്നും ചെന്നിട്ടില്ല. ആൾ അനീമിക്കാണ്. പെട്ടെന്ന് BP കൂടി താഴെ വീണു. ഡോക്ടർ, എനിക്കൊന്ന് കാണാൻ. ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഫുഡൊക്കെ കഴിക്കുന്നത് കുറവാണെന്ന് തോന്നുന്നു. അതെ ഡോക്ടർ, ഫുഡ് അധികം കഴിക്കില്ല. പിന്നെ ആളുടെ മെന്റൽ ഹെൽത്ത് വളരെ വീക്കാണ്. നിങ്ങളൊക്കെ ആളുടെ കൂടെ ഉണ്ടെന്ന് ആൾക്കൊരു തോന്നലുണ്ടാവും. ഇല്ലെങ്കിൽ അത് വളരെ അപകടത്തിൽ ചെന്ന് ചാടും. ഇപ്പോൾ തനിക്ക് ആ കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവൾക്കൊരു വിശ്വാസമുണ്ട്. അതാണ് ആന്റണി കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ആള് തകർന്നു പോയത്. ഡോക്ടർ അത് പറഞ്ഞപ്പോൾ രണ്ടാളും സംശയത്തോടെ അയാളെ നോക്കി. ആ കുട്ടി തന്നെയാണ് പറഞ്ഞത്. ഇത്രയും നാളൊന്നും അവളുടെ ഇഷ്ടത്തിന് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോ അവൾക്കായി കർത്താവ് കൊണ്ടുവന്നതാണ് തന്നെയെന്നാണ് ആൻഡ്രിയ പറയുന്നത്. ഡോക്ടർ, എനിക്ക് അവളെ കാണണം. നേർത്തു പോയിരുന്നു അവന്റെ ശബ്ദം. ഇപ്പൊ കയറ്റി കാണിക്കുന്നതല്ല, പക്ഷെ ഒരാൾക്ക് കാണാം. താങ്ക് യു ഡോക്ടർ. അവിടേക്ക് ചെന്നോളൂ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. രണ്ടാളും കൂടി അവിടെ നിന്നിറങ്ങി നേരെ കാഷ്വാലിറ്റിയിലേക്ക് കയറി. ആന്റണിയെ അവിടെ നിർത്തി ഫെലിക്സ് മാത്രം അകത്തേക്ക് കയറി. അവൻ അകത്തേക്ക് പോയതും ആന്റണി അവിടെ തന്നെ നിന്നു. ഇത്രയും കാലം അവളെ നോക്കിയതൊക്കെ തെറ്റായിരുന്നു. അവളോട് കാണിച്ചത് തെറ്റായിരുന്നു. സന്തോഷത്തോടെയല്ല, അവളുടെ ഓരോ ദിവസം എന്നറിയാമെങ്കിലും ഒന്നും ചെയ്യാനില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ഒരിക്കലെങ്കിലും അപ്പനെ എതിർത്തിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് ഈ ഗതി വരില്ലായിരുന്നല്ലോ കർത്താവെ. തൊട്ടുമുന്നിൽ കാണുന്ന കർത്താവിന്റെ രൂപത്തോടെ അവൻ കേണു. ഇപ്പോ എല്ലാത്തിനും ഒടുക്കം മുറിവിലേക്ക് ഈയ മുറുക്കി ഒഴിക്കുന്നത് പോലെ
വീണ്ടും ഞാൻ അവളെ നോവിച്ചു. പക്ഷെ പക്ഷെ എല്ലാം അവളുടെ സന്തോഷം കാണാൻ വേണ്ടിയല്ലായിരുന്നു. എന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ ഒരു നിമിഷം അവനൊന്ന് വൈകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വാക്ക് കേട്ട് വരാതിരുന്നെങ്കിൽ. അയ്യോ എൻ്റെ മാതാവേ. ആന്റണി ഒന്ന് വിറച്ചുപോയി അതാലോചിക്കുമ്പോൾ. പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് കുര്യൻ്റെ കോൾ വന്നതും അത്രയും നാളും തോന്നാത്ത ദേഷ്യം ആ നിമിഷം അവൻ അയാളോട് തോന്നി. ഫോൺ എടുക്കാതെ കട്ടാക്കിക്കൊണ്ട് അവൻ മെല്ലെ അവിടെയുള്ള ചെയറിലേക്കിരുന്നു. ഇതേ സമയം അകത്ത് കാഷ്വാലിറ്റിക്കകത്ത് ഉള്ളിൽ അവൾ കിടക്കുന്ന ബെഡിനരികിൽ ഇരിക്കുകയായിരുന്നു അവൻ. അവൻ്റെ മനസ്സ് ഡോക്ടർ പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. കുറച്ചു മണിക്കൂർ കൊണ്ട് അവളുടെ ഉള്ളിൽ താൻ എത്രത്തോളം വളർന്നു എന്നത് അവന് അത്ഭുതമായിരുന്നു. എങ്കിലും അവൾ ജീവൻ കളയാൻ നോക്കിയെന്നത് അവന് സങ്കടം തന്നെയായിരുന്നു. അവിടെയുള്ളൊരു ചെയറിലേക്ക് അവനിരുന്നു കൊണ്ടുമല്ലേ അവളുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു. ഉള്ളം കയ്യിലറിഞ്ഞ ചൂടിലാണ് ആനിമെല്ലെ കണ്ണു തുറക്കുന്നത്. തൻ്റെ വലത് കൈയോട് ചേർത്ത് തന്നെ നോക്കിയിരിക്കുന്നവനെ കാണി അവളുടെ കണ്ണൊന്ന് വിടർന്നു. പിന്നെ പതിയെ പരിഭവത്തോടെ മുഖം തിരിച്ചു കിടന്നവള്. ചാകാൻ പറ്റിയില്ലെന്നുള്ള സങ്കടം കൊണ്ടാണോ മുഖം തിരിച്ചേ? അത് കേട്ടതും ആനി അറിയാതെ മുഖം കുനിച്ചുപോയി. എന്നാത്തിനാ ഇപ്പൊ ഈ മുഖം ഇങ്ങനെ കുനിക്കുന്നേ? ഹേ, നിനക്ക് എന്നാത്തിന്റെ കേടായിരുന്നടി? അവള് ചാകാൻ പോയിരിക്കുന്നു. ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെയെങ്കിലും ഒന്ന് കാക്കാൻ പാടില്ലായിരുന്നു നിനക്ക്? അതോ അത്രക്ക് മുട്ടി നിൽക്കുമായിരുന്നോ ചാവാൻ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വന്ന് ആരെന്തു പറഞ്ഞാലും മൈൻഡ് ആക്കണ്ടെന്ന്. എന്നെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞതല്ലേ? രാവിലെ തൊട്ട് ഈ പാതിരാത്രി വരെ സമയം ഉണ്ടായിട്ട് നിനക്ക് നട്ടപ്പാതിരാക്കാണോടി വിളിക്കാൻ തോന്നിയേ? അതും ചാവാൻ നേരം? അല്ല, ഞാനിത് ആരോടാ പറയുന്നേ? എങ്ങനെയാലും എന്റെ ശല്യം തീർക്കണമെന്ന് കരുതി അല്ലേ നീ മരിക്കാൻ നോക്കിയേ? അത് ഞാൻ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ കവിളിൽ ശക്തിയായ ഒരടി വീണിരുന്നു. കണ്ണുമിഴിച്ചു നോക്കുന്നവന്റെ മറ്റേ കവിളിൽ വന്ന് പൊട്ടിക്കാനാണ് അന്നേരം ആനിക്ക് തോന്നിയത്. ഈ ഒരുവന് വേണ്ടിയല്ലേ ജീവൻ പോലും കളയാൻ നോക്കിയത്? എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? നീ എന്നെ തല്ലിയല്ലേ? ദേഷ്യത്തോടെ ഫെലിക്സ് ചോദിച്ചത്. അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ഓഹോ, ഈ ഇത്തിരി ഇല്ലാത്ത നീ എന്നെ തല്ലിയല്ലേ? നോക്കിക്കോ, ഇതിന് ഞാൻ പ്രതികാരം വിട്ടു. സത്യമായിട്ടും പ്രതികാരം വിട്ടു. നിന്നെ കെട്ടി എന്റെ 5 പിള്ളേരുടെ ഡെലിവറിക്ക് ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ നിന്നെ കൊണ്ടുവരും. കർത്താവാണ് സത്യം. അവന്റെ പ്രതികാരം കേട്ട് അവളുടെ കണ്ണു വിഴിഞ്ഞുപോയി. അതിനിടയിലൂടെ അവന്റെ ചിരി കണ്ടതും അവൾക്ക് പിന്നെയും ദേഷ്യം വന്നു. അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നതും അവനും വല്ലാതായി. പറഞ്ഞത് തമാശക്കാണെങ്കിലും അവളെ അത് ഏത് രീതിയിൽ ബാധിച്ചെന്നറിയാതെ അവൻ അങ്ങനെ തന്നെ നിന്നു. കുറച്ചു നേരത്തെ കനക്കമൊന്നുമില്ലെന്ന് കണ്ടതും അവനൊന്നും മിണ്ടാതെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടരും.